ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഈ വർഷത്തെ ലോഗോസ് ക്യൂസിനായുള്ള പാഠഭാഗമായ യോഹന്നാൻ 1-ാം അധ്യായത്തിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങൾ അടങ്ങിയ വീഡിയോയാണ്. ഒന്നാമത്തെ ചോദ്യം: ആദിയിലുണ്ടായിരുന്ന വചനം ആരോടുകൂടെയായിരുന്നു? ദൈവത്തോടുകൂടെ. ആദിയിലുണ്ടായിരുന്ന എന്താണ് ദൈവം തന്നെയായിരുന്നു എന്ന് പറഞ്ഞത്? വചനം. യോഹന്നാനെ അയച്ചതാരാണ്? ദൈവം. യോഹന്നാൻ വന്നത് എന്തിനു വേണ്ടിയാണ്? സാക്ഷ്യത്തിനായി. വെളിച്ചത്തിന് സാക്ഷ്യം നൽകാനായി വന്നതാരാണ്? യോഹന്നാൻ. ആരെയാണ് വെളിച്ചമെന്ന് സൂചിപ്പിച്ചിരിക്കുന്നത്? ദൈവപുത്രനെ. സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. ആരെ? പുത്രനെ. യോഹന്നാൻ വഴി എല്ലാവരും എന്ത് ചെയ്യേണ്ടതിനാണ് വെളിച്ചത്തിനു മുൻപേ അവനെ അയച്ചത്? വിശ്വസിക്കേണ്ടതിന്. എല്ലാ മനുഷ്യരെയും എന്ത് ചെയ്യുന്ന യഥാർത്ഥ വെളിച്ചമാണ് യോഹന്നാനു ശേഷം ലോകത്തിലേക്ക് വരുന്നുണ്ടായിരുന്നത്? പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ വെളിച്ചം. ലോകത്തിൻ്റെ വെളിച്ചമായ അവൻ എവിടേക്ക് വന്നു എങ്കിലും അവർ അവനെ സ്വീകരിച്ചില്ല. സ്വജനത്തിൻ്റെ അടുത്തേക്ക്. തന്നെ സ്വീകരിച്ചവർക്കും തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കും എന്തിനുള്ള കഴിവാണ് അവൻ നൽകിയത്? ദൈവമക്കളാകാൻ. അവർ ജനിച്ചത് രക്തത്തിൽ നിന്നോ ശാരീരിക അഭിലാഷത്തിൽ നിന്നോ പുരുഷൻ്റെ ഇച്ഛയിൽ നിന്നോ അല്ല, ഡാഷിൽ നിന്നത്രേ, ദൈവത്തിൽ. പ്രാചീനങ്ങളായ ഏതു കയ്യെഴുത്ത് പ്രതികളിലാണ് യോഹന്നാൻ 1-ാം അധ്യായം 13-ാം വാക്യത്തിൽ ഏകവചനം കാണുന്നത്? ലത്തീൻ, സുറിയാനി. നമ്മുടെ ഇടയിൽ മാംസമായി വസിച്ചതെന്താണ്? ആദിയിലുണ്ടായിരുന്ന വചനം. മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ച വചനമായ യേശുവിൻ്റെ മഹത്വം എങ്ങനെയുള്ളതായിരുന്നു? കൃപയും സത്യവും നിറഞ്ഞത്. എന്നേക്കാൾ വലിയവനാണ് എന്ന യോഹന്നാൻ പറഞ്ഞത് ആരെക്കുറിച്ചാണ്? പിന്നാലെ വരുന്നവനെക്കുറിച്ച്. യോഹന്നാൻ്റെ പിന്നാലെ വരുന്നവൻ്റെ പൂർണ്ണതയിൽ നിന്ന് നാം എല്ലാം സ്വീകരിച്ചിരിക്കുന്നതെന്ത്? കൃപയ്ക്കുമേൽ കൃപ. നിയമം നൽകപ്പെട്ടത് ആരു വഴിയാണ്? മോശ വഴി. കൃപയും സത്യവും ഉണ്ടായത് ആരു വഴിയാണ്? യേശുക്രിസ്തു വഴി. പിതാവായ ദൈവത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയതാരാണ്? ദൈവം തന്നെയായ ഏകജാതൻ. നീ ആരാണെന്ന് ചോദിക്കാൻ യഹൂദർ യോഹന്നാൻ്റെ അടുത്തേക്ക് അയച്ചത് ആരെയെല്ലാമാണ്? പുരോഹിതന്മാരെയും ലേവ്യരെയും. എവിടെ നിന്നാണ് യഹൂദർ പുരോഹിതന്മാരെയും ലേവ്യരെയും യോഹന്നാൻ്റെ അടുത്തേക്ക് അയച്ചത്? ജെറുസലേമിൽ നിന്ന്. പുരോഹിതന്മാരും ലേവ്യരും നീ ആരാണെന്ന് ചോദിച്ചപ്പോൾ യോഹന്നാൻ്റെ സാക്ഷ്യം എന്തായിരുന്നു? ഞാൻ ക്രിസ്തുവല്ല. താൻ ക്രിസ്തുവല്ലെന്ന് യോഹന്നാൻ പറഞ്ഞപ്പോൾ പിന്നെ ആരാണെന്നാണ് ചോദിച്ചത്? ഏലിയായോ? താൻ ക്രിസ്തുവോ ഏലിയായോ പ്രവാചകനോ അല്ല എന്ന് പറഞ്ഞതിന് ശേഷം യോഹന്നാൻ ആരെന്നറിയാൻ എത്ര ചോദ്യങ്ങൾ പുരോഹിതന്മാരും ലേവ്യരും യോഹന്നാനോട് ചോദിക്കുന്നുണ്ട്? 3 ചോദ്യങ്ങൾ. നീ പ്രവാചകനാണോ എന്ന് യോഹന്നാനോട് ചോദിച്ചതാര്? പുരോഹിതന്മാരും ലേവ്യരും. ആര് പ്രവചിച്ചതുപോലെ കർത്താവിൻ്റെ വഴികൾ നേരെയാക്കുവിൻ എന്ന മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദമാണ് ഞാൻ എന്നാണ് യോഹന്നാൻ പറഞ്ഞത്? യേശയ്യ പ്രവചിച്ചതുപോലെ. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ യേശയ്യായെ സൂചിപ്പിച്ചിരിക്കുന്നത് എങ്ങനെ? ദീർഘദർശി. മരുഭൂമിയിൽ എന്തു വിളിച്ചു പറയുന്ന ശബ്ദമാണ് യോഹന്നാൻ എന്നാണ് പറഞ്ഞത്? കർത്താവിൻ്റെ വഴികൾ നേരെയാക്കുവിനെന്ന്. ക്രിസ്തുവോ ഏലിയായോ പ്രവാചകനോ അല്ലെങ്കിൽ പിന്നെ ജനങ്ങൾക്ക് എന്തു നൽകാനുള്ള കാരണമാണ് പുരോഹിതരും ലേവ്യരും യോഹന്നാനോട് ചോദിച്ചത്? സ്നാനം. യോഹന്നാൻ എന്തുകൊണ്ടാണ് സ്നാനം നൽകുന്നത് എന്നാണ് പറഞ്ഞത്? ജലം കൊണ്ട്. ജലം കൊണ്ട് സ്നാനം നൽകുമ്പോൾ നിങ്ങളറിയാത്ത ഒരുവൻ എവിടെ നിൽപ്പുണ്ടെന്നാണ് യോഹന്നാൻ പറഞ്ഞത്? നിങ്ങളുടെ മധ്യേ. ആരുടെ ചെരുപ്പിൻ്റെ വാറഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ലെന്നാണ് യോഹന്നാൻ പറഞ്ഞത്? എൻ്റെ പിന്നാലെ വരുന്നവൻ്റെ. ഏതു സ്ഥലത്താണ് യോഹന്നാൻ സ്നാനം നൽകിക്കൊണ്ടിരുന്നത്? ജോർദാൻ. ക്രിസ്തുവോ ഏലിയായോ പ്രവാചകനോ അല്ലെങ്കിൽ പിന്നെ സ്നാനം നൽകാൻ കാരണമെന്തെന്ന് പുരോഹിതരും ലേവ്യരും യോഹന്നാനോട് ചോദിച്ചത് എവിടെ വച്ചാണ്? ബഥാനിയായിൽ. യേശു തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ട യോഹന്നാൻ പറഞ്ഞതെന്ത്? ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണെന്ന് യോഹന്നാൻ പറഞ്ഞത് ആരെക്കുറിച്ചാണ്? യേശുക്രിസ്തുവിനെക്കുറിച്ച്.
എന്തിനു വേണ്ടിയാണ് യോഹന്നാൻ ജലത്താൽ സ്നാനം നൽകുന്നതെന്നാണ് പറഞ്ഞത്? യേശുവിനെ ഇസ്രായേലിന് വെളിപ്പെടുത്താൻ. ആത്മാവ് എന്തിനെ പോലെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന യേശുവിൻ്റെ മേൽ ആവസിക്കുന്നതാണ് യോഹന്നാൻ കണ്ടത്? പ്രാവിൻ്റെ രൂപത്തിൽ. ആത്മാവ് ഇറങ്ങി വന്ന് ആരുടെ മേൽ ആവസിക്കുന്നത് നീ കാണുന്നുവോ അവനാണ് പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം നൽകുന്നവനെന്ന് യോഹന്നാനോട് പറഞ്ഞതാര്? ജലം കൊണ്ട് സ്നാനം നൽകാൻ യോഹന്നാനെ അയച്ചവൻ. ആത്മാവ് ഇറങ്ങി വന്ന് ആരുടെ മേൽ ആവസിക്കുന്നത് നീ കാണുന്നുവോ അവൻ എന്തുകൊണ്ട് സ്നാനം നൽകുന്നവനാണെന്നാണ് യോഹന്നാനോട് പറഞ്ഞത്? പരിശുദ്ധാത്മാവ്. ആത്മാവ് ഇറങ്ങി വന്ന് ആവസിക്കുന്നത് കണ്ട യോഹന്നാൻ അത് ആരാണെന്നാണ് സാക്ഷ്യപ്പെടുത്തിയത്? ദൈവപുത്രൻ. യോഹന്നാൻ ആരോടുകൂടെ നിൽക്കുമ്പോഴാണ് യേശു നടന്നു വരുന്നത് കണ്ട് ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞത്? തൻ്റെ ശിഷ്യന്മാരിൽ 2 പേരോടുകൂടെ. യോഹന്നാൻ യേശുവിനെ കണ്ട് ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞപ്പോൾ കൂടെയുണ്ടായിരുന്ന യോഹന്നാൻ്റെ ശിഷ്യന്മാർ എന്താണ് ചെയ്തത്? യേശുവിനെ അനുഗമിച്ചു. നിങ്ങൾ എന്തന്വേഷിക്കുന്നു എന്ന് യേശു ചോദിച്ചത് ആരോടാണ്? യേശുവിൻ്റെ പിന്നാലെ വന്ന യോഹന്നാൻ്റെ 2 ശിഷ്യന്മാരോട്. യേശുവിൻ്റെ പിന്നാലെ വന്ന യോഹന്നാൻ്റെ 2 ശിഷ്യന്മാർ യേശുവിനെ എങ്ങനെയാണ് അഭിസംബോധന ചെയ്തത്? റബ്ബി. റബ്ബി എന്ന വാക്കിനർത്ഥം ഗുരു. നിങ്ങൾ എന്തന്വേഷിക്കുന്നു എന്ന് യേശു യോഹന്നാൻ്റെ 2 ശിഷ്യന്മാരോട് ചോദിച്ചപ്പോൾ അവരുടെ മറുപടി എന്തായിരുന്നു? അങ്ങ് എവിടെയാണ് വസിക്കുന്നത്? അങ്ങ് എവിടെയാണ് വസിക്കുന്നത് എന്ന ചോദ്യത്തിന് വന്നു കാണുക എന്ന് യേശു മറുപടി പറഞ്ഞത് ആരോട്? യേശുവിൻ്റെ പിന്നാലെ വന്ന യോഹന്നാൻ്റെ 2 ശിഷ്യന്മാരോട്. യോഹന്നാൻ പറഞ്ഞത് കേട്ട് യേശുവിനെ അനുഗമിച്ച 2 ശിഷ്യരിൽ ഒരുവൻ ആരായിരുന്നു? അന്ത്രയോസ്. അന്ത്രയോസ് ആരുടെ സഹോദരനായിരുന്നു? ശിമയോൻ പത്രോസിൻ്റെ. ഞങ്ങൾ മിശിഹായെ, ക്രിസ്തുവിനെ കണ്ടു ആരോട് പറഞ്ഞു? അന്ത്രയോസ് സഹോദരനായ ശിമയോൻ പത്രോസിനോട്. ശിമയോൻ ആരുടെ പുത്രനായിരുന്നു? യോഹന്നാൻ്റെ. യോഹന്നാൻ്റെ പുത്രനായ ശിമയോൻ എന്ത് എന്ന് വിളിക്കപ്പെടുമെന്നാണ് യേശു പറഞ്ഞത്? കേപ്പ. കേപ്പ എന്ന അരമായിക് വാക്കിനർത്ഥം പാറ. ഗലീലയിലേക്ക് പോകാനൊരുങ്ങിയ യേശു ആരെ കണ്ടപ്പോഴാണ് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞത്? പീലിപ്പോസിനെ. ബേത്സൈദയിൽ നിന്നുള്ള ആരെയെല്ലാം കുറിച്ചാണ് യോഹന്നാൻ 1-ാം അധ്യായത്തിൽ സൂചനയുള്ളത്? അന്ത്രയോസ്, പത്രോസ്, പീലിപ്പോസ്. ജോസഫിൻ്റെ മകൻ നസ്രത്തിൽ നിന്നുള്ള യേശുവിനെ ഞങ്ങൾ കണ്ടു എന്ന് പീലിപ്പോസ് പറഞ്ഞത് ആരോട്? നഥാനയേലിനോട്. എവിടെയെല്ലാം എഴുതപ്പെട്ടിരിക്കുന്ന യേശുവിനെ ഞങ്ങൾ കണ്ടു എന്നാണ് പീലിപ്പോസ് നഥാനയേലിനോട് പറഞ്ഞത്? മോശയുടെ നിയമത്തിലും പ്രവാചക ഗ്രന്ഥങ്ങളിലും. നസ്രത്തിൽ നിന്നുള്ള യേശുവിനെ ഞങ്ങൾ കണ്ടു എന്ന് പീലിപ്പോസ് പറഞ്ഞപ്പോൾ നഥാനിയേൽ ചോദിച്ചതെന്ത്? നസ്രത്തിൽ നിന്ന് എന്തെങ്കിലും നന്മ ഉണ്ടാകുമോ? നഥാനയേലിനെ യേശു വിശേഷിപ്പിച്ചതെങ്ങനെ? നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ. ഏതു മരത്തിൻ്റെ ചുവട്ടിലിരിക്കുമ്പോഴാണ് യേശു നഥാനയേലിനെ കണ്ടത്? അത്തിമരത്തിൻ്റെ. അങ്ങ് ദൈവപുത്രനാണെന്നും ഇസ്രായേലിൻ്റെ രാജാവാണെന്നും യേശുവിനോട് പറഞ്ഞതാര്? നഥാനയേൽ. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്നതിന് ശേഷം യേശുക്രിസ്തു എന്തെല്ലാം നിങ്ങൾ കാണും എന്നാണ് പറഞ്ഞത്? സ്വർഗം തുറക്കപ്പെടുന്നതും ദൈവദൂതന്മാർ കയറിപ്പോകുന്നതും മനുഷ്യപുത്രൻ്റെ മേൽ ഇറങ്ങി വരുന്നതും. താങ്ക് യു.